വെൽക്കം ബാക്ക് ടു ഒരിടത്തൊരു കഥ. ലോകമാകെ ഭീകരമായ അന്യഗ്രഹ ജീവികളാലോ രഹസ്യജീവികളാലോ ആക്രമിക്കപ്പെടുകയും പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം മനുഷ്യർ വീടുകളിൽ കുടുങ്ങിപ്പോവുകയും ചെയ്ത ഒരു ലോക പശ്ചാത്തലത്തിലാണ് ദി ലാസ്റ്റ് ഹൗസ് ആരംഭിക്കുന്നത്. വർഷങ്ങളോളം ഒറ്റപ്പെട്ട ഒരു വീടിനുള്ളിൽ സ്വന്തം കുടുംബത്തോടൊപ്പം അതിജീവനം നടത്തുന്ന കഥാപാത്രങ്ങളെയാണ് ഈ ഒരു ചിത്രത്തിൽ കാണാൻ പോകുന്നത്. അപ്പൊ കഥയിലേക്ക് കിടക്കാം. ഒരു വലിയൊരു കായലിന്റെ അടുത്ത് ഒരാള് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല മഴ വരാൻ പോകുന്നു എന്ന് മനസ്സിലായി അയാൾ നേരെ വീട്ടിലേക്ക് മടങ്ങുന്നു. അതൊരു ഞായറാഴ്ചയായിരുന്നു. വിന്റർ സ്റ്റാർട്ടായിരുന്നില്ല. രാവിലെ എല്ലാരും അവരവരുടെ ജോലി ചെയ്തു. ഇവരാണ് ഈ ഒരു വീടിന്റെ ഗൃഹനാഥൻ. വീടിന്റെ ഡോർ അടിച്ചതും ആ വാതിലിന്റെ ഡോറിലേക്ക് മഴവെള്ളം വന്ന് കൂടുന്നു. ഇവിടെയാണ് ഈ ഒരു സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്, ദി ലാസ്റ്റ് ഹൗസ്. ഈ ഒരു വീട്ടിൽ അച്ഛൻ, അമ്മ, പിന്നെ 2 കുട്ടികളാണ് ഉള്ളത്. പിന്നെ ഒരു പെറ്റായ ഒരു ഡോഗും ഉണ്ട്. അച്ഛൻ കൊണ്ടുവന്ന മീന് കുട്ടികൾക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കുമ്പോ ഫോൺ എടുത്തു നോക്കുമ്പോ ഇന്റർനെറ്റ് കട്ടായി പോയി. ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസ് ട്രീ വാങ്ങാമെന്ന് കുട്ടികളോട് പ്രോമിസ് ചെയ്തിരുന്നു. ഇപ്പൊ കുട്ടികൾ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ആകട്ടെ കുട്ടികളെയും കൂട്ടി പുറത്തു പോകാൻ റെഡി ആയതും ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഏട്ടനും അനിയത്തിയും വഴക്കുണ്ടാക്കുന്നു. അച്ഛൻ വന്ന് ഡോറ് തുറക്കാൻ നോക്കുമ്പോഴും തുറക്കാൻ പറ്റുന്നില്ല. എല്ലായിടത്തും തുറക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ ഏത് ഡോറും തുറക്കാൻ പറ്റുന്നില്ല. ഇതെന്ത് പ്രാങ്ക് അല്ലേ എന്ന് അവന്റെ ഭാര്യ പറയുന്നുണ്ട്. ഇടിച്ചു നോക്കി, ചില്ലടിച്ചു നോക്കി, എന്നിട്ടും ആ ഒരു ഡോറ് തുറക്കാൻ കഴിയുന്നില്ല. എനിക്ക് ഇന്റർനെറ്റും കിട്ടുന്നില്ല. പെട്ടെന്ന് ഓപ്പോസിറ്റ് വീട്ടിലെ ആളുകള് ടോർച്ചടിച്ച് നോക്കാൻ തുടങ്ങി. ഇവരുടെ വീട്ടിലേക്ക് ടോർച്ചടിക്കുമ്പോ ഇവർക്ക് മനസ്സിലായി ഇവിടെ മാത്രമല്ല എല്ലായിടത്തും ഡോർ ലോക്കാണെന്ന്. പുറത്താണെങ്കിൽ നെയ്ബറായ സൂസൻ മാത്രം ജോഗിങ്ങിന് പോയത് കൊണ്ട് അവള് മാത്രം പുറത്തുണ്ട്. അവളാണെങ്കിൽ ആരെങ്കിലും വിളിക്കാൻ വേണ്ടി ഓടിപ്പോയി. ഇവനാണെങ്കിൽ അവന്റെ നെയ്ബേഴ്സിന്റെ പേര് പോലും അറിയില്ല. അവൻ അങ്ങോട്ടും ഇങ്ങോട്ട് എഴുതി എന്തൊക്കെയോ അവരോട് സംസാരിക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടി. അതിൽ ഒരു നെയ്ബർ ആകട്ടെ ഏലിയൻ എന്ന് പറയുന്നു. അതാണെങ്കിൽ അവര് വിശ്വസിക്കുന്നുമില്ല. ഈ സിറ്റി മാത്രമാണോ ഇങ്ങനെയെന്ന് എഴുതി ചോദിക്കുമ്പോ ഈ ലോകം മൊത്തമായിരിക്കാം എന്ന് അപ്പുറത്തെ വീട്ടിലെ അങ്കിൾ പറയുന്നുണ്ട്. ആ ലേഡി ആരെങ്കിലും വിളിച്ചോണ്ട് വരുവോ? ഈ മഴ കാരണം ഇങ്ങനെയൊക്കെ നടക്കുന്നത്. അവരുടെ മകൾ അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അച്ഛനാണെങ്കിൽ അവളെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. അവൻ അവന്റെ ഭാര്യ പോലും അറിയാതെ ഒരു ഗണ്ണ് വാങ്ങി സൂക്ഷിച്ചിരുന്നു. അത് കണ്ട് ഭാര്യ ദേഷ്യപ്പെടുന്നു. ഞാനും നിങ്ങളും സേഫ് അല്ലാന്ന് ഞാൻ ഒരു സ്വപ്നം കണ്ടിരുന്നു, അതുകൊണ്ടാ. അവൻ വാതില് ഓട്ടയിട്ടൊക്കെ നോക്കുന്നുണ്ട്. വെള്ളം വന്ന് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നു. പക്ഷെ വീടിന്റെ അകത്താണെങ്കിൽ വായൊക്കെ വരുന്നുണ്ട്. അവന് അവളോട് പറയുന്നു, ഇത് എന്തായാലും മനുഷ്യനായി ചെയ്യുന്ന കാര്യമല്ല, എന്തോ മറ്റൊരു ശക്തിയാണ്. അത് കുട്ടികൾക്ക് അറിയാത്ത പോലെ വെച്ചോ. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് വാതിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി അവര് പോയതും കുട്ടികൾ വിളിച്ചു പറയുന്നു, ഓൾറെഡി ഞങ്ങൾ ട്രൈ ചെയ്തതാ. അവർക്കാണെങ്കിൽ മടുത്ത് അവര് ഒരു മൂലയ്ക്ക് ഇരിക്കാൻ തുടങ്ങി. നിങ്ങള് രാവിലെ മുതൽ ഭയങ്കര ഹാപ്പിയാണല്ലോ, പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ? നിങ്ങളല്ലേ അച്ഛനും അമ്മയും, നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ എന്ന് കുട്ടികൾ അവരോട് പറയുന്നുണ്ട്. പഴയ CD, മ്യൂസിക് ടാപ്പൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെയെങ്കിലും ടൈം പോട്ടെ എന്ന് പറഞ്ഞു. എനിക്കിത് കാണുമ്പോൾ കൊറോണ സമയമാണ് ഓർമ്മ വന്നത്. ഇവിടെയൊക്കെ ആ ഒരു സമയമാവുമ്പോൾ ചക്ക വെച്ചായിരുന്നു ഓരോരോ ദിവസം സാഹസികം കാണിച്ചുകൊണ്ടിരുന്നത്. അതുപോട്ടെ കഥയിലേക്ക് വരാം. 2 മാസം കഴിക്കാനുള്ള ഫുഡ് അവരുടെ അടുത്തുണ്ടായിരുന്നു. ഡോഗ് അടക്കം ആ ഒരു ഡോറ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഡോഗിന് അപ്പയിടാൻ മുട്ടിയിട്ടാണ്. നീ എവിടെയെങ്കിലും കാര്യം സാധിച്ചോ, പിന്നെ ഞാൻ ക്ലീൻ ചെയ്തോളാം എന്ന് അവൻ പറയുന്നു. അങ്ങനെ ദിവസം പോയി 4 ദിവസമായി. സ്കൂളിൽ പഠിപ്പിക്കുന്നത് പോലെ തന്നെ കുട്ടികളെ ഇവരെ ഇരുത്തി പഠിപ്പിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് എങ്ങനെ മീൻ വെട്ടുന്നത് എന്ന് അവരുടെ അച്ഛൻ അവർക്ക് പഠിപ്പിക്കുന്നുണ്ട്. അവളാണെങ്കിൽ വെജിറ്റബിൾസിന്റെ വിത്തൊക്കെ എടുത്ത് അവള് ശേഖരിച്ചു വെക്കുന്നു. ഇത് എത്ര ദിവസം വരെ നീണ്ടുപോകുമെന്ന് അറിയില്ലല്ലോ. അങ്ങനെ വീടിന്റെ അകത്ത് തന്നെ ഒരു കുഞ്ഞു കൃഷി ആരംഭിക്കാൻ അവർ പ്ലാൻ ചെയ്യുന്നു. അടുത്ത വീട്ടിലെ മുത്തശ്ശനാകട്ടെ ഇവരോട് സംസാരിക്കുന്നുണ്ട്. നിന്റെ പേരെന്താ? എന്റെ പേര് ജോൺസൺ, ഞാനൊരു എഞ്ചിനീയർ ആണ്, പക്ഷെ എനിക്കിപ്പോ ജോബില്ല എന്ന് അവൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് കഴിക്കാനൊക്കെ ഫുഡുണ്ടോ എന്ന് അവൻ സ്ലേറ്റില് എഴുതി കാണിക്കുന്നുണ്ട്. ഇല്ലെന്ന് അവര് പറയുന്നു. ഇത് കേട്ടതും അവന് നല്ലോണം വിഷമമാവുന്നുണ്ട്. പക്ഷെ അവരൊന്നും ചെയ്തു കൊടുക്കാനും പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അവരിപ്പോ പെട്ടിട്ടുള്ളത്. അപ്പൊ തന്നെ ആ ഒരു മുത്തശ്ശന്റെ വൈഫ് വന്ന് അവരെ വിളിക്കുന്നുണ്ട്. മഴയത്ത് ഒരു പെൺകുട്ടി ഒരു വിചിത്രമായ ഒരു രൂപം കാണുന്നു. അതിന്റെ ചിത്രം അവള് വരയ്ക്കുന്നുണ്ട്.
അവര് അതൊരു വെക്കേഷൻ പോലെ നല്ലോണം എൻജോയ് ചെയ്യുന്നു. ആ ജീവിയെ പറ്റി അവളുടെ ബ്രദറോട് പറയുന്നു. മഴ വരുമ്പോൾ മാത്രം ആ ഒരു ജീവി വരുന്നു. ഈ ഒരു കാര്യം അച്ഛനോടും അമ്മയോടും പറയുന്നു. പക്ഷേ അവരാണെങ്കിൽ ഈ ഒരു കാര്യമൊന്നും വിശ്വസിക്കുന്നില്ല. അപ്പുറത്തെ വീട്ടിലെ ഗ്രാനി അവളെ നോക്കി നിൽക്കുമ്പോ എന്തോ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നത് അവള് കണ്ടു. അന്ന് രാത്രി അവൾ ഒറ്റയ്ക്ക് കളിച്ചിരിക്കുമ്പോ ആ ഗ്ലാസ്സിലൂടെ ഒരു പെൺകുട്ടി വന്ന് എന്തൊക്കെയോ പറയുന്നു. കണ്ടിട്ട് ആദ്യം വന്ന ആ സൂസൻ, അതായത് പുറത്തുണ്ടായിരുന്ന ജോഗിങ്ങിന് പോയിക്കൊണ്ടിരുന്ന അപ്പുറത്തെ വീട്ടിലെ ആ സൂസൻ ആയിരുന്നു അത്. എല്ലാവരും മരിച്ചു, എന്നെ ഒന്ന് അകത്ത് കയറ്റാമോ, അവരെ കണ്ട എല്ലാവരെയും കൊല്ലും, എന്തൊക്കെയോ വന്ന് അവള് വിളിച്ചു പറയുന്നുണ്ട്. അപ്പൊ തന്നെ അവളെ വന്ന് ഒരു ജീവി വലിച്ചിഴിച്ചു കൊണ്ടുപോകുന്നു. അപ്പോ ഒരു ലൈറ്റ് വന്നു. കുഞ്ഞാണെങ്കിൽ അവൾ അന്ന് കണ്ട ആ ഒരു ജീവി ഡ്രോയിങ് ഒക്കെ ചെയ്തിരുന്നു. അത് നേരെ അവളുടെ അച്ഛന് കാണിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അന്ന് കണ്ടപ്പോ ക്യൂട്ടായിരുന്നു, പാവായിരുന്നു എന്നൊക്കെ അവളുടെ അച്ഛനോട് പറയുന്നു. പക്ഷെ ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് അവൾക്കറിയില്ല. അന്ന് രാത്രി അവർക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. ഇനി എന്ത് ചെയ്യുമെന്ന് ഒരു പിടിയും അവർക്കില്ല. കുട്ടികളാകട്ടെ എക്സസൈസ് ഒക്കെ ചെയ്യാൻ തുടങ്ങുന്നു. എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുകളിലുണ്ടായിരുന്ന ചിമ്മിണി താഴേക്ക് വീഴുന്നു. ആ ഒരു വഴിയിൽ കുട്ടി പുറത്തു കടക്കാൻ കഴിയോ എന്ന് അവൾ പരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ചെറിയ കുഞ്ഞിന് പോലും പുറത്തു കടക്കാൻ ആ ഒരു ചെറിയ ഓട്ടയിൽ കഴിയുന്നില്ല. അവരുടെ ഡോഗിന് ഒട്ടും വയ്യ. അവനാണെങ്കിൽ വയസ്സായതിനാൽ ഹാർട്ട് പ്രോബ്ലം ഒക്കെ ഉണ്ട്. ടാബ്ലറ്റ് തീർന്നുകൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. ഡോഗിനെ വേദന സഹിക്കുന്നത് കണ്ട് അവർക്ക് സഹിക്കാൻ കഴിയാതെ അവരുടെ ഡോഗിനെ പെട്ടെന്ന് കൊന്നുകളയാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു. അങ്ങനെ ടിവിയുടെ വോളിയം ഒക്കെ കൂട്ടിവെച്ച് ആ ഒരു ഡോഗിനെ അവർ കൊല്ലുന്നുണ്ട്. കുട്ടികൾക്കൊന്നും അറിയരുത് എന്ന് പറഞ്ഞാണ് അങ്ങനെ ചെയ്തത്. എന്നിട്ട് അവൻ ആ ഇറച്ചിയൊക്കെ എടുത്തു വെച്ച് നമ്മൾക്ക് കഴിക്കാം എന്ന് പറഞ്ഞ് എടുത്തു വെക്കുന്നുണ്ട്. അവൾക്കാണെങ്കിൽ വളർത്തി വലുതാക്കിയ നായയെ എങ്ങനെ കൊന്നു കഴിക്കുമെന്നായി. എന്തു തന്നെ ആയാലും വേറെ സാഹചര്യമൊന്നും അവർക്കില്ല. എപ്പോ ഈ ഡോർ ഓപ്പൺ ആവുമെന്ന് അവർക്കറിയില്ലല്ലോ. ചിമ്മിണിയിട്ട് കത്തിക്കാൻ വെച്ച ആ ഒരു ഡോഗിന്റെ മുഖവും ബാക്കി ഇറച്ചികളും കുറച്ച് പുറത്തുണ്ടായിരുന്ന നായക്ക് കൊടുക്കുന്നു. ആ ഒരു നായയും വിശന്നു വലിഞ്ഞ് നടക്കുകയായിരുന്നു. അപ്പോഴേക്കും മഴ പിന്നെയും വരാൻ തുടങ്ങി. പിന്നീടൊക്കെ മഴ വരുമ്പോ മുഴുവനും കർട്ടനിട്ട് മറിക്കുന്നു. ജനാലയിലൂടെ അടുത്തു വെച്ച ചെടി ആ കുട്ടി എടുക്കാൻ പോയതും ആ ഒരു ജീവി അപ്പൊ തന്നെ അങ്ങോട്ട് വരുന്നു. അവരാണെങ്കിൽ അനങ്ങാതെ നിന്നും ആ ഒരു ജീവി അവിടെ നിന്ന് പോകുന്നു. രാത്രി കഴിക്കാൻ ടേബിളിൽ ഇരുന്നതും എനിക്ക് ഇത്ര പോരാ, എനിക്ക് ഇനിയും കഴിക്കാൻ ഫുഡ് വേണം എന്ന് പറഞ്ഞ് അവരുടെ മകൾ വാശി പിടിച്ച് കരയുന്നുണ്ട്. പക്ഷേ ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫ്രിഡ്ജിലാണെങ്കിൽ ഒറ്റൊരു സാധനമില്ല. അങ്ങനെ അവരെന്ത് ചെയ്യും എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അവരുടെ മോനാണെങ്കിൽ അക്വേറിയത്തിലുണ്ടായ മീനിനെടുത്ത് മുറിച്ചെടുത്ത് കഴിക്കാൻ കൊണ്ടുവരുന്നു. ഇവനാണെങ്കിൽ പുറത്തുള്ള ജീവികളെ എങ്ങനെ കെണിവെച്ച് പിടിക്കാം എന്നൊരു മിഷൻ തന്നെ ഉണ്ടാക്കുന്നു. അത് വെച്ച് കുറുക്കനെ പിടിക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ ചെയ്യുന്നത് ആ ചിമ്മിണി പൊട്ടി വീണ വഴിയിലൂടെ പുറത്തോട്ട് കെണിയിടുന്നു. എന്നിട്ടാണ് ഈ ഒരു ജീവികളൊക്കെ കെണി വെച്ച് പിടിക്കുന്നത്. ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിലായെങ്കിലും രണ്ടാമത്തെ പ്രാവശ്യം കിട്ടി. പക്ഷെ വള്ളി പൊട്ടി അത് താഴേക്ക് വീണു. എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. പിന്നീട് എങ്ങനെയെല്ലാം ഒരു അണ്ണാനെ പിടിച്ച് അതിനെ ഫ്രൈ ചെയ്ത് അവർ കഴിക്കുന്നുണ്ട്. പിന്നീട് അവർ വീടിന്റെ അകത്ത് കൃഷിയൊക്കെ ചെയ്യാൻ തുടങ്ങുന്നു. പിന്നെ അവർ എൻജോയ് ചെയ്യുന്നു. കളിയും ചിരിയും ഫുഡിനു വേണ്ടി ഇരയെ പിടിച്ചുമൊക്കെ അവർ 5 വർഷം കഴിഞ്ഞുകൂടി. ഇപ്പോഴും അവർ അങ്ങനെ തന്നെ ജീവിക്കുന്നു. ഇതുവരെ ആയിട്ടും ആ ഒരു ഡോർ ഓപ്പൺ ആയിട്ടില്ല എന്ന കാര്യമുണ്ട്. ഇവരുടെ മകളാണെങ്കിൽ കലണ്ടറൊക്കെ ചുവരിൽ വരയ്ക്കുന്നുണ്ട്. കൂട്ടത്തിൽ കുറച്ച് ഡ്രോയിങ്സും. പിന്നെയും ഇരയെ പിടിക്കുന്നത് അവൻ നിർത്തിയിട്ടില്ല. കുട്ടികൾക്കാവട്ടെ ആ ഒരു വീടിന്റെ അകത്തിരുന്ന് എന്തോ ഒരു അസ്വസ്ഥതയാണ്. 5 വർഷമായില്ലേ ആ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുന്നത്. 5 വർഷത്തിൽ ആ ഒരു പരിസരം തന്നെ മൊത്തത്തിൽ മാറി. മഴയായതുകൊണ്ട് വേഗം കർട്ടനൊക്കെ ജനാലയിലിട്ട് ക്ലോസ് ചെയ്യുന്നുണ്ട്. അവര് സംസാരിക്കുമ്പോ ആ ഒരു ജീവി അങ്ങോട്ട് വന്ന് അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നു. മഴയുടെ ഓരോ തുള്ളികളും വാതിൽ വന്ന് പറ്റിപ്പിടിച്ച് വാതിൽ തുറക്കുന്നു. ആ ഒരു ജീവി അകത്തേക്ക് കടക്കുമെന്ന് അവർക്ക് ഉറപ്പായതും അവരെല്ലാം ഓരോ സ്ഥലത്തു പോയി ഒളിച്ചു നിൽക്കുന്നു. ആ ഒരു ജീവി അവിടെ ആൾ താമസമുണ്ടെന്ന് മനസ്സിലായി. അവിടെ മൊത്തത്തിൽ അന്വേഷിക്കുന്നു. അവിടെ അവർ വന്ന് നട്ടുപിടിപ്പിച്ച കൃഷികളെല്ലാം നശിപ്പിക്കുന്നു. അവർ ശേഖരിച്ച വെള്ളവും. എന്നിട്ട് അവിടുന്ന് പോകുന്നു. വാതിലിലൂടെ ആ ഒരു ജീവി പുറത്തിറങ്ങിയതും അവരുടെ മകൻ പുറത്തോട്ട് ചാടാൻ വേണ്ടി ശ്രമിക്കുന്നു. അവൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല. എത്ര വർഷമായി അവിടെ തന്നെ
അറിയാതെ ആ ഒരു വാതിലൊന്ന് കണ്ടപ്പോ അവന്റെ ക്ഷമ നശിച്ചുപോയി. അപ്പൊ തന്നെ അവന്റെ അച്ഛൻ വന്ന് അവനെ തടയുന്നു. അപ്പൊ തന്നെ ആ ഒരു ഡോറും ക്ലോസ് ചെയ്യുന്നു. 5 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് ആ ഒരു ഡോറ് തുറന്നത്. പിറ്റേ ദിവസം വെള്ളമില്ല, കഴിക്കാൻ ഫുഡില്ല എന്നൊക്കെ പറഞ്ഞ് അവര് രണ്ടുപേരും വഴക്കിടുമ്പോ മകളാണെങ്കിൽ പിടിച്ചു വെച്ച് കീരിയെ കടിക്കുന്നുണ്ട്. എന്നിട്ട് അവൾക്ക് ഒട്ടും വയ്യാതെയാവുന്നു. ആ മുറി അവൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നു. അവിടെയാണെങ്കിൽ ഒരു ടാബ്ലറ്റ് പോലുമില്ല. ഇതെല്ലാം ആലോചിച്ച് വിഷമത്തിൽ അകത്തുണ്ടായിരുന്ന കാർ എടുത്ത് പുറത്തേക്ക് എങ്ങനെയെങ്കിലും പോകാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞ് അവൻ ശ്രമിക്കുന്നു. പക്ഷെ ഇത് കണ്ട് അവന്റെ ഭാര്യ എഴുന്നേറ്റ് വന്ന് അവനെ സമാധാനിപ്പിക്കുന്നു. പക്ഷെ അവനാണെങ്കിൽ ഒരു പ്രാന്തനെ പോലെ ബേസ്മെന്റിനെ കുത്തിപ്പൊളിക്കുന്നു. അവസാനം അപ്പുറത്തെ വീട്ടിലെ അണ്ടർഗ്രൗണ്ടായി കണക്ട് ആവുന്ന ഒരു പൈപ്പ് കിട്ടുന്നു. അങ്ങനെ ആ ഒരു പൈപ്പിലൂടെ അപ്പുറത്തെ വീട്ടിലേക്ക് ആന്റിബയോട്ടിക് എടുത്തു കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അവന്റെ ഭാര്യ അങ്ങോട്ട് പോകുന്നു. അങ്ങനെ ടാബ്ലറ്റ് കിട്ടുന്നു. ജനാലിലൂടെ മരുന്ന് കിട്ടി എന്ന് അവരോട് പറയുന്നതും അവളെ ആരോ ഒബ്സർവ് ചെയ്യുന്നത് പോലെ അവൾക്ക് തോന്നുന്നു. അവൾക്കത് മനസ്സിലായി. അവൾ അവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴി നോക്കുന്നു. അവൾ വെള്ളത്തിലൂടെ തന്നെ തിരിച്ചു നടക്കുന്നു. അതിലുണ്ടായിരുന്ന ഒരു ശവം കണ്ട് അവൾ പേടിച്ചു പോകുന്നു. പിന്നീട് അവള് പെട്ടെന്ന് ജീവനം കൊണ്ട് ഓടുന്ന സമയം അവളുടെ അടുത്തേക്ക് ആ ഒരു ജീവി പിന്നെ എത്തുന്നു. അവളാണെങ്കിൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്യുന്നു. അപ്പൊ തന്നെ അവളുടെ ഭർത്താവ് അവളെ മുകളിലോട്ട് വലിച്ചു കയറ്റുന്നു. ആ ചുവരടിച്ച് താഴെയിട്ട് ആ ഒരു മാളം മൂടുന്നു. കുട്ടിക്ക് മരുന്ന് കൊടുത്ത് അവളെ സമാധാനിപ്പിക്കുന്നു. സ്വന്തം ജീവൻ പണയം വെച്ച് ആ ഒരു അമ്മ എല്ലാം സഹിച്ചു. അവനാണെങ്കിൽ അവളോട് പറയുന്നു, ഇത്രയും കാലം കൊണ്ട് ഇത്രയും ആയതുകൊണ്ട് ഇനി ആ ജീവി എന്തായാലും ഇങ്ങോട്ട് വരും. നിങ്ങളെല്ലാം താഴെ പോയി ഒളിച്ചു നിന്നോ, ഞാൻ ഇവിടെ നിൽക്കാം. ഇതൊക്കെ കാണുമ്പോ ദൃശ്യത്തിലെ ജോർജ് കുട്ടിയാ ഓർമ്മ വരുന്നത്. പക്ഷെ ഇവരുടെ മകനാണെങ്കിൽ എത്ര ദിവസം ഇങ്ങനെ ജീവിക്കാം, അവരകത്ത് വരുമ്പോ നമ്മൾക്ക് പുറത്തു കിടക്കാം എന്ന് അവൻ ഒരു ഐഡിയ പറയുന്നു. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു ഒപ്പീനിയൻ അവന്റെ ഭാര്യയും സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അവർ ആ ഒരു ജീവിയെ കെണിയിൽ അകറ്റാൻ വേണ്ടി ഓരോന്ന് ഒരുക്കാൻ തുടങ്ങി. അവസാനം അവർ വിചാരിച്ചതുപോലെ അവരുടെ അടുത്തേക്ക് ആ ഒരു ജീവി എത്തുന്നു. ആ സമയം തന്നെ വീട് മുഴുവൻ കടൽ വെള്ളവും കയറുന്നു. ഇവർ വെച്ച കെണിയിൽ ആ ഒരു ജീവി കുടുങ്ങുകയും അവസാനം കൊല്ലണോ വേണ്ടയോ എന്ന് പറഞ്ഞു നിൽക്കുമ്പോ മകളാണെങ്കിൽ വേണ്ട എന്ന് പറയുന്നു. അവളാണ് ആദ്യം മുതൽ ഇത് മഴ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും ആ ഒരു ജീവി പാവമാണ്, അത് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ അവൾ പറഞ്ഞിരുന്നു. പക്ഷെ ആ ഒരു കാര്യങ്ങളൊന്നും കേട്ടിരുന്നില്ല. ഇപ്പോഴിതാ ഈ ഒരു ജീവി അവൾ കൊല്ലണ്ട എന്ന് പറഞ്ഞത് അവളുടെ അച്ഛൻ ആലോചിക്കുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ ആ ഒരു ജീവിയുടെ കണ്ണ് വരെ കത്തിയെടുത്ത് കുത്താൻ ശ്രമിക്കുന്നു. പിന്നെ വേണ്ടാന്ന് പറഞ്ഞ് ആ ഒരു കെട്ടൊക്കെ അഴിച്ചു വിടുന്നു. ആ ജീവിയാണെങ്കിൽ കുറച്ചു സമയം അവരെ തന്നെ നോക്കി നിൽക്കുന്നു. ആ ജീവിക്ക് എന്തൊക്കെയോ മനസ്സിലായി എന്ന് തോന്നുന്നു. പിന്നീട് ആ ഡോറ് അവർക്കായി തുറന്നു കൊടുക്കുന്നു. പുറത്തു വന്നതും അതുപോലെയുള്ള മറ്റു കുറേയധികം ജീവികളും അവരുടെ വീട്ടിലുണ്ടായിരുന്ന ജീവി വന്ന് അവരോട് എന്തൊക്കെയോ സംസാരിക്കുന്നു. എന്നിട്ട് അവരെല്ലാവരും കൂടി എങ്ങോട്ടോ പോകുന്നു. ഈ ഒരു സമയം തന്നെ ഇവരുടെ വീട് തകർന്ന് മണ്ണിനടിയിലേക്ക് പോകുന്നു. അപ്പോഴേക്കും മഴയും പോയി. സന്തോഷം കൊണ്ട് അവൾ നേരെ ഓടിപ്പോകുന്നു. കരയിലുണ്ടായിരുന്ന ഒരു ബോട്ടിൽ കയറി അടുത്തുള്ള കരയിലേക്ക് അവര് സഞ്ചാരം തുടങ്ങുന്നു. അങ്ങനെ അവര് സന്തോഷത്തോടെ യാത്രയാവുന്നു. ഒരു പുതിയൊരു വീട് അന്വേഷിച്ച് അവർ മുന്നോട്ട് പോകുന്നു. ഇവിടെ ഈ ഒരു സിനിമ അവസാനിക്കുന്നു. കടുത്ത നഷ്ടങ്ങളും ഭയവും നിറഞ്ഞ വഴികളിലൂടെ കടന്നുപോയെങ്കിലും പ്രതീക്ഷയുടെ ഒരു ചെറിയ വെളിച്ചം അവശേഷിപ്പിക്കുന്നത് കൊണ്ട് സിനിമ അവസാനിപ്പിക്കുന്നു. ഭയത്തേക്കാൾ പ്രധാനം മനുഷ്യന്റെ അതിജീവന ദൃഢതയും കുടുംബത്തോടുള്ള സ്നേഹവുമാണെന്ന് ഈ ഒരു ചിത്രം അടിവരയിട്ട് പറയുന്നു. അപ്പോ അടുത്ത സിനിമയായി കാണാം. അപ്പോ ശരി, ബൈ.